ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കൊടിയിറക്കം കാണാൻ പോയി. 4 ഗജരാജാക്കന്മാരുടെ അകമ്പടിയോടെ ഗുരുവായൂർ പാർത്തൻ്റെ മസ്തകത്തിൽ എഴുന്നള്ളുന്ന ദേവിയെ കണ്ട് മനസ്സറിഞ്ഞു തൊഴുതു. കൊടിയിറക്കം കഴിഞ്ഞപ്പോൾ പകുതി ആളുകൾ പോയി. ഇനി 9:30 കൊടി കയറും. ഇവിടുന്ന് താഴെ എത്തുന്നതുവരെ കതിന പൊട്ടും, അതും അടുപ്പിച്ച്. വിവിധ എപ്പോഴും ചെവി പൊത്തി നിൽക്കുകയാണ്. ബാക്കി എൻ്റെ ഫ്രണ്ട്സിനും മറ്റും പേടിയില്ല, അവരൊന്നും ചെവി പൊത്തിയിട്ടില്ല. എല്ലാം കൺകൊളിർക്കെ കണ്ട് ഞങ്ങൾ ഓരോ വർത്തമാനവും പറഞ്ഞ് അവിടെ ഇരുന്നു. അതിനിടയ്ക്ക് അതിലൂടെ പോകുന്ന ഇഞ്ചി മുട്ടായിയും കപ്പലണ്ടി മുട്ടായിയും ഒക്കെ വാങ്ങിപ്പിച്ചു. അതും കുറച്ച് ബാക്കിയിരുന്നു. അങ്ങനെ 9:30 ആയപ്പോൾ കതിന പൊട്ടി. താഴെ നോക്കിയപ്പോൾ കയറാനായി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് പഞ്ചവാദ്യമാണ്, കയറുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ കടവിൻ്റെ അവിടെയാ. അവിടുത്തെ കഴിഞ്ഞ മഠത്തിൻ്റെ മുന്നിൽ, അതും കഴിഞ്ഞ റോഡിൽ അടുത്ത് പുതുനടയിൽ, അടുത്തത് മുകളിൽ. ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇത് കുത്തനെയുള്ള ഇറക്കവും കയറ്റവുമാണ്. അങ്ങനെ പഞ്ചവാദ്യ അകമ്പടിയോടെ കൊടികയറി. ഇനി 3 പ്രദക്ഷിണമുണ്ട്, അതും പഞ്ചവാദ്യ അകമ്പടിയോടുകൂടി. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴേക്കും 12 മണിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണവും ഊട്ടുപുരയിൽ നിന്ന് കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ 2 മണിയായി. ഇനി വൈകിട്ട് പോണം. പക്ഷേ എല്ലാവരും ഉണ്ടാകില്ല. ഞാനും ഏട്ടന്മാരും ഫ്രണ്ട്സും. വിവിധയും വിവേകും ഉണ്ടാകില്ല. വിവിധയ്ക്ക് വെടിക്കെട്ട് പേടിയാ, വിവേക് അവൾക്ക് കൂട്ടിരിക്കുക. വൈകിട്ട് ഞങ്ങളെല്ലാവരും പോയി നന്നായി രാത്രി പൂരം കൂടി കൊടിയിറക്കവും വെടിക്കെട്ടും കൊട്ടിക്കയറ്റവും കണ്ട് മടങ്ങിയെത്തുമ്പോൾ 1 മണി ആയിട്ടുണ്ട്. അത് എല്ലാ വർഷവും പൂരത്തിന് പതിവുള്ളതാ. നാളെയും ഇതുപോലെയാ. പക്ഷേ എത്ര ആളുണ്ടാവുമെന്നറിയില്ല. ഇനി തിരക്ക് കൂടുതൽ. 7, 10, 11 പൂരങ്ങൾക്കാണ്. ഇനി ഉറങ്ങണം. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണേ. എന്നിട്ട് വേണം ഇന്നത്തെ പോലെ വീണ്ടും പൂരത്തിന് പോകാൻ. രുദ്രൻ ഇന്ന് പെണ്ണിനെ മര്യാദയ്ക്കൊന്ന് കണ്ടിട്ടില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരും കൂടി വലിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി. അവിടെയാണെങ്കിലോ പെണ്ണ് ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ. അവർ ഗ്യാങ് ആയിട്ട് നടക്കുന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴും അവൾ അപ്പുവിൻ്റെ അടുത്തിരുന്ന് എൻ്റെ അടുത്തിരുന്നില്ല. പൂരം ഇറങ്ങിയപ്പോഴും കയറിയപ്പോഴും പെണ്ണ് ഏറ്റവും മുമ്പിലും ഞാൻ ഏറ്റവും പിറകിലും. അതിൻ്റെ ഇടയ്ക്കോ വിവിധ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഒട്ടി വരുന്നു. മൊത്തത്തിൽ ദേഷ്യം വന്ന് അപ്പുവിനൊപ്പം പോയി നിന്നു. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. അപ്പോൾ കൊണ്ട് വിവേക് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു. ഞാൻ വേഗം അവനെ പിടിച്ചു വെച്ച് വിശേഷം തിരക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ വിറപ്പിച്ചു. അവൻ വിവിധയെയും കൊണ്ടുപോയി. ഇതൊന്നും അറിയാതെ പെണ്ണിപ്പോഴും പഞ്ചവാദ്യം കാണുകയാണ്. എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാനും അപ്പവും കൂടി വിവേകിനെ ഒന്ന് സൽക്കരിച്ചു. അതുകൊണ്ട് വൈകിട്ട് പൂരം കാണാൻ അവനോ അവൻ്റെ അനിയത്തിയോ ഇല്ലായിരുന്നു. ഞങ്ങൾ സുഖമായി രാത്രി പൂരം മുഴുവൻ കണ്ടു. അങ്ങനെ ഓരോ പൂരവും കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് 5ാം പൂരമാണ്. ഇന്ന് കഥകളി ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ പൂരം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരും കിടന്നു. ഇനി വൈകിട്ട് എഴുന്നേൽക്കൂ. വൈകിട്ട് എഴുന്നേറ്റ് സദ്യാവന്ദനമെല്ലാം കഴിഞ്ഞ് ഇന്ന് നേരത്തെ കൊടിയിറങ്ങും. ഞങ്ങൾ കൊടിയിറക്കം കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് കൊടികയറ്റവും കണ്ട് പ്രദക്ഷിണവും കഴിഞ്ഞു. സ്റ്റേജിൻ്റെ അടുത്ത് പോയി അവിടെ നേരെ നിരുന്നു. വെടിക്കെട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് വിവിധയും വിവേകും കൂടി ഉണ്ടായിരുന്നു. കഥകളിയുടെ ഇടയ്ക്ക് ഉറക്കം വിവിധയ്ക്ക് വയ്യ എന്ന് വിവേക് അവളെയും കൊണ്ട് വീട്ടിൽ പോയി. പിറ്റേന്ന് പുലർച്ചെ കഥകളി കഴിഞ്ഞു വന്ന വീട്ടുകാർ വീട്ടിൽ കയറി വന്നപ്പോൾ വീടിൻ്റെ ഡോർ ലോക്ക്ഡാണ്. വിളിച്ചിട്ട് തുറന്നുമില്ല. അവസാനം വീട്ടിൽ പണിക്ക് നിൽക്കുന്നവർക്ക് വീട്ടിനുള്ളിൽ തന്നെ ഒരു മുറിയുണ്ട്. പക്ഷേ അവർക്കിവിടുന്ന് മണിയടിച്ചാൽ കേൾക്കില്ല. അതുകൊണ്ട് ഫോണിൽ വിളിച്ചു. അവർ വന്ന് ഡോറ് തുറന്നു തന്നു. ഞങ്ങൾ അകത്ത് കയറി. വിവേകിനെയും വിവിധയെയും നോക്കി, എവിടെയും കണ്ടില്ല. പിന്നെ ഓരോ റൂമിലും അന്വേഷിച്ചു. അപ്പോൾ മുകളിലെ വിവിധയുടെ റൂമിൽ ലൈറ്റ് കണ്ടു. അങ്ങോട്ട് പോയി. അപ്പോൾ കണ്ട കാഴ്ചയിൽ അവർ തറഞ്ഞു നിന്ന് അവർ പരസ്പരം നോക്കിയ ശേഷം എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് അത് കാണിച്ചു കൊടുത്തു. അപ്പു, ഞങ്ങൾ വന്നപ്പോൾ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. ആരെയും വിളിച്ചിട്ട് വരുന്നുമില്ല. അവസാനം പണിക്ക് നിൽക്കുന്ന ചേച്ചിയെ വിളിച്ച് വാതിൽ തുറപ്പിച്ചു. വീടിനുള്ളിൽ കയറിയപ്പോൾ അവരെ അന്വേഷിച്ചു. കണ്ടില്ല എന്നാണ് ആ ചേച്ചി പറഞ്ഞത്.
അങ്ങനെ മുറി തോറും അന്വേഷിച്ചപ്പോൾ വിവിധയുടെ റൂമിൽ ലൈറ്റ് കണ്ടു. അവിടെ ചെന്നപ്പോൾ വാതിൽ ചേർത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ വിവിധ ബോധമില്ലാതെ കിടക്കുന്നു. അടുത്ത് സ്ലീപ്പിംഗ് പിൽസിൻ്റെ ഒഴിഞ്ഞ കവറും. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓവർഡോസ് കഴിച്ചതാ. എന്തിനു വേണ്ടിയാണ് കഴിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. എനിക്ക് ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി. എന്താ കുട്ടിയെ നീ ഈ പറയുന്നത്? എനിക്ക് ഏട്ടനെ കാണണം, ഇപ്പോൾ വരും. വിവേക് വന്നപ്പോൾ ഞങ്ങളോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിയ ശേഷം അവൻ ഡോർ അടച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ ഡോർ തുറന്നു. അവൻ ആരോടും ഒന്നും മിണ്ടാതെ അവളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. അവരുടെ പുറകെ ഞങ്ങളും. അവൻ വണ്ടിയിൽ കയറി. ഞങ്ങൾ വിളിച്ചിട്ട് നിന്നില്ല. അവൻ്റെ പുറകെ ഞങ്ങളും പൊന്നു. ചെറിയച്ഛൻ ബില്ലടച്ചു വരാമെന്ന് പറഞ്ഞു. അവൻ്റെ വണ്ടി വീട്ടിലാണ് വന്നു നിന്നത്. വീട്ടിൽ കയറി അവൻ അവളെയും കൊണ്ട് അകത്തളത്തിൻ്റെ അവിടെ വന്നു. എല്ലാവരും വന്നു. അവൻ എല്ലാവരെയും നോക്കിയ ശേഷം ആമിക്കിട്ട് ഒന്ന് പൊട്ടിച്ചു. എല്ലാവരും ഞെട്ടി അവനെ നോക്കി. നീ എന്താ ചെയ്തത്? എൻ്റെ പെങ്ങളെ ദ്രോഹിച്ചവളെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണോ? നീ എന്താ ഈ പറയുന്നത്? ഏട്ടൻ സത്യമാ മുത്തശ്ശി പറയുന്നത്. ഇവർ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. നീ കാര്യം തെളിച്ചു പറ കുട്ടിയെ. ഞാൻ പറയാം. ഇന്നലെ കഥകളി കാണാനിരുന്നപ്പോൾ ഞാനും ഇവളും ഉറക്കം വന്നു. ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങളുടെ പിറകെ ഇവരും പോന്നിരുന്നു എന്നും പറഞ്ഞ് അവൻ ആമിയെയും രുദ്രനെയും കാണിച്ചു. ഇവർ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തു പോയിരുന്നു. ഇവർ ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ ഞാൻ പോയതിന് ശേഷം ഇവർ വിവിധയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്തു വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു? അത് ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എങ്ങനെ പറയും? അവളെൻ്റെ അനിയത്തിയല്ലേ. മോഹൻ പറയ്. കാര്യമറിയാതെ ഞങ്ങൾ എന്തു പറയാനാണ്? അത് ഇവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസുമായിരുന്നു. അതും മോശം രീതിയിലുള്ളത്. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ഇതൊന്ന് നോക്ക് എന്നും പറഞ്ഞ് വിവേക് അവൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതിൽ വിവിധ ഒരു പുതപ്പിനുള്ളിൽ കമിഴ്ന്നു കിടക്കുന്നു. അവളുടെ പുറം വരെ പുതപ്പുണ്ട്. എന്നാൽ പുറം കാണുകയും ചെയ്യാം. മുടി മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കണ്ട് എല്ലാവരും ഞെട്ടി. ഇതിലും മോശമായ രീതിയിലാണ് ബാക്കി ഫോട്ടോസ്. അതൊന്നും ആരെയും കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആരാ ചെയ്തത്? ഇവർ തന്നെ എന്നും പറഞ്ഞ് വിവേക് രുദ്രനും ആമിക്കും നേരെ കൈ ചൂണ്ടി. എല്ലാവരും ഞെട്ടി. നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? സത്യമാണ് മുത്തശ്ശി. ഇവൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇവനും ആമിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൊണ്ടുള്ള കളിയും ഇടയ്ക്ക് ഇവരെ കാണാതാവുകയും ഒക്കെ അവൾ നോട്ട് ചെയ്തിരുന്നു. അതവൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. കാരണം ആകെ 15 വയസ്സുള്ള ആമി എന്തിനങ്ങനെ? ഞാൻ അവൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. പക്ഷേ 2ാം പൂരത്തിൻ്റെ അന്ന് രാത്രി ഇവർ കുളപ്പടവിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് വിവിധ കണ്ടു. അവൾ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ. പക്ഷേ നടന്നില്ല. എല്ലാവരും പൂരത്തിൻ്റെ തിരക്കിലായിരുന്നു. ഇന്നലെ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നും പറഞ്ഞ് ഒരു ഓഡിയോ പ്ലേ ചെയ്തു. നിനക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നീ ഇവിടെ കണ്ടത് മറക്കണം. പിന്നെ ഈ ഫോട്ടോ നീ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യേ. ഇല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്തു വേണമെന്ന്. നീ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നോ അതോ ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യണോ? അതിലെ സൗണ്ട് രുദ്രൻ്റേതായിരുന്നു. എല്ലാവരും ഞെട്ടി രുദ്രനെ നോക്കി. അവൻ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മനസ്സിൽ തലേ ദിവസത്തെ സംഭവം വന്നു. അവൻ അതോർത്തു. തലേന്ന് രാത്രി എല്ലാവരും കഥകളി കണ്ടിരിക്കുമ്പോൾ തലവേദന തോന്നി. വീട്ടിലേക്ക് പോരാൻ നിൽക്കുമ്പോഴാണ് വിവേക് വിവിധയും പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ കൂടെ വീട്ടിൽ പോന്നു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞ് വല്ലാത്ത ദാഹം തോന്നി. വെള്ളമെടുക്കാൻ പോകുമ്പോഴാണ് അടുക്കളയുടെ അടുത്തുള്ള റൂമിൽ നിന്ന് സൗണ്ട് കേട്ടത്. പോയി നോക്കിയപ്പോൾ വിവിധയും വിവേകും പരസ്പരം ചുംബിക്കുന്നു. അത് കണ്ടപ്പോൾ ആദ്യം അറപ്പും വെറുപ്പും തോന്നി. കാരണം ഏട്ടൻ അനിയത്തിയുടെ സംരക്ഷകനാണ്. അല്ലാതെ ഇതിനെ എന്തു പറയണമെന്ന് അവന് മനസ്സിലായില്ല. ആദ്യം അവർക്കിട്ട് പൊട്ടിക്കാമെന്നാ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇത് എല്ലാവരെയും അറിയിക്കാമെന്ന്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അത് വിവിധ കണ്ടു, വിവേകും.
അവർ ഒന്ന് പതറി, പിന്നെ എന്നെ നോക്കി. എന്താ എന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നടന്നതും അതേ അവിടെ ഒന്ന് നിന്നേ. തിരിഞ്ഞു നോക്കിയപ്പോൾ വിവിധയായിരുന്നു. അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചേർന്ന് നിന്നു. ഞാൻ എന്തെന്ന് ചിന്തിക്കുമ്പോഴേക്കും അവൾ എന്നെ കിസ് ചെയ്തു. പെട്ടെന്ന് ഒരു ഫോട്ടോ ക്ലിക്ക് ആവുന്ന സൗണ്ട് കേട്ടു. ഞാൻ നോക്കിയപ്പോൾ വിവേക് ക്ലിക്ക് ചെയ്തത്. എന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. നീ എടുത്ത ഫോട്ടോയെക്കാട്ടിലും ഇതാണ് ബെറ്റർ. നിനക്കൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നീ ഇവിടെ കണ്ടത് മറക്കണം. പിന്നെ ഈ ഫോട്ടോ നീ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നോ അതോ ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യണോ? പിന്നെ വേറൊരു കാര്യവും, ഈ ഫോട്ടോ നീ നോക്ക്. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യും. ഇവളുടെ സ്ഥാനത്ത് ആമി. എന്താ വേണോ? ആദ്യം അത് കാര്യമാക്കാതെ നിന്നെങ്കിലും ആമി എന്ന് പറഞ്ഞപ്പോൾ പേടിയായി. അത് എന്നെക്കുറിച്ച് ഓർത്തല്ല, ആമിയെക്കുറിച്ച് ഓർത്ത്. അതുകൊണ്ട് മാത്രം. പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ആമിയുടെ കുറച്ച് ഫോട്ടോസും. അതും വൃത്തികെട്ടത്, എഡിറ്റ് ചെയ്ത ഫോട്ടോസ്. ആര് കണ്ടാലും വിശ്വസിക്കും, അങ്ങനത്തേതായിരുന്നു അത്. ആരുടെയോ കൈ കവിളിൽ പതിഞ്ഞപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. നേരെ നോക്കിയപ്പോൾ അവൻ്റെ അച്ഛനായിരുന്നു അത്. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയായിരുന്നു. ഇവർ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ? അവൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും വലിയമ്മ ആമിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. പിള്ളേർ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും വലിയമ്മ അവളെ പിടിച്ച് വെളിയിൽ ഇറക്കി വിട്ടു. വൈകുന്നേരമായിട്ടേ ഉള്ളൂ. കുട്ടികളെല്ലാം അവളുടെ അടുത്ത് പോവാൻ നോക്കിയതും എല്ലാവരും ഞങ്ങളെ പിടിച്ചു വെച്ചു. കുട്ടികളെല്ലാം പരമാവധി കുതറി നോക്കി, പറ്റിയില്ല. വലിയമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല. മുത്തശ്ശി, ഈ വീട് പേരക്കുട്ടികൾക്ക് കൊടുത്താൽ മതി, അല്ലാണ്ട് എവിടുന്നോ വന്നവൾക്ക് കൂടി ഷെയർ ചെയ്യേണ്ട എന്ന് അവർ പണ്ട് മുതലേ പറയുമായിരുന്നു. ആരും അത് കണ്ടതായി നടിക്കില്ല. ഹാമി പോയപ്പോൾ എല്ലാ കുട്ടികളും കരഞ്ഞു. പിടിവിട്ടതും എല്ലാവരും കൂടി അവളുടെ പിറകെ പോകാൻ നോക്കി. വലിയവരെല്ലാവരും അവരെ പിടിച്ചു കൊണ്ടുപോയി റൂമിലാക്കി. രുദ്രനെ അവൻ്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി, കൂടെ ദേവനെയും. പെട്ടെന്ന് ആരോ തട്ടി വിളിച്ചപ്പോൾ അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. എന്താടാ ഇവിടെ കിടക്കുന്നത്? ഉള്ളിൽ കിടന്നാൽ പോരായിരുന്നോ? ഞാൻ ഓരോന്നും ആലോചിച്ചിരുന്നു പോയത് അമ്മായി. പിന്നെ അമ്മാവൻ വന്നിരുന്നു, സംസാരിച്ചു. അപ്പു അതും പറഞ്ഞ് പൊന്നുവിൻ്റെ വീട്ടിലേക്ക് ചൂണ്ടി. എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. കുറച്ചു നേരമായി. അവരെ കൊണ്ടാക്കി വരുമ്പോൾ കയറിയതാ. നീ വാ, ചോറുണ്ടേ നിനക്ക്? അവർ അകത്തേക്ക് നടന്നു. ഇന്റർവെല്ലിന് ക്ലാസ്സിന് പുറത്ത് കാറ്റും കൊണ്ട് നിൽക്കുകയാണ് പൊന്നു. അവിടേക്ക് ജോ വന്നു. ദേവാ, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ ലഞ്ച് ആശ്രമത്തിൽ നിന്നായാലോ? നമുക്ക് പോവാം, നീ മറ്റവരെയും കൂടി വിളിക്കേ. അങ്ങനെ ഇന്റർവെല്ലിന് ശേഷമുള്ള അവർ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ സ്കൂൾ വിട്ടു. അവർ എല്ലാം കൂടെ ആശ്രമത്തിൽ പോയി. ആശ്രമത്തിലെത്തി സാമി അമ്മയെ കണ്ടു. അവർ ആശ്രമം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചുകുട്ടി അവിടെ കളിക്കുന്നത് കണ്ടത്. അവർ അവളുടെ അടുത്ത് പോയി. ഹായ് മോളെ, ആരാ? അപ്പോഴേക്കും സാമി അമ്മ അവിടേക്ക് വന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതാണ് കിതു എന്ന കൃതിമോള്. ഇവൾക്ക് ഈ പേരിട്ടതും ഇവളെ ചെറുപ്പത്തിൽ നോക്കിയതും എല്ലാം ആമിയായിരുന്നു. ഞങ്ങൾ അവളെ നോക്കി, സ്വാമി അമ്മയും. മോളെ, ഇതാരൊക്കെയാണെന്ന് അറിയാമോ? മോളുടെ ആമി ചേച്ചിയുടെ ഫ്രണ്ട്സാണ്. ഇവരെ കുറിച്ചാണ് അവൾ എപ്പോഴും പറയാറുള്ളത്. ആണോ? അപ്പോ ആമി ചേച്ചിയോ? ആമി ചേച്ചി വരൂ കേട്ടോ. മോളെ, ഇപ്പൊ പോയി ഭക്ഷണം കഴിച്ച് നല്ല കുട്ടിയായിട്ടിരിക്കൂ കേട്ടോ. കിതു പോയപ്പോൾ എല്ലാവരും കൂടി ആമിയുടെ അവിടുത്തെ മുറിയിലേക്ക് പോയി. അവിടെ മുഴുവൻ അവളുടെ ഓർമ്മകളാണ്. അപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഡയറി. അവൾ എന്നും ഡയറി എഴുതുമായിരുന്നു. അവളെ ഇറക്കി വിട്ടിട്ട് കണ്ടു കിട്ടാതിരുന്നപ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം ഞങ്ങളാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇത്. ഞാൻ മെല്ലെ അതിനടുത്തേക്ക് നടന്നു. അത് തുറന്നു. അതിനകത്ത് ഓരോന്നും ഞങ്ങൾക്ക് പുതിയ അറിവായിരുന്നു.